phone അനക്കുന്നു സൈഡ് ആക്കുമ്പോൾ We have three. We're going to announce 3 winners. അടി തട്ടി അമ്പെല്ലാം പൊക്കിയിട്ട് ഇങ്ങനെ കയറ്റണം. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസങ്ങളായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്താ പറയുക, കുറച്ച് ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് സ്ഥിരം പരിപാടി അതുകൊണ്ട് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ഓട്ടോഷോക്ക് പോകുന്നു. കന്തൂറ റാലി ഉണ്ട് നമ്മുടെ ദുബായ് ഫെസ്റ്റിവൽ സിറ്റിയിൽ. സോ അങ്ങോട്ടേക്ക് വന്നിരിക്കുകയാണ്. നെച്ചുണ്ട്, നമ്മുടെ ജെസ്സി ഉണ്ട്, പിന്നെ നമ്മുടെ അന്താരാഷ്ട്ര ക്രിമിനലായ നമ്മുടെ ചെക്കുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ന്യൂസുകാരെല്ലാം ചെക്കനെ ക്രിമിനൽ ആക്കിയിട്ടുണ്ടായിരുന്നു. വണ്ടി കൊണ്ടുവന്നിട്ട് ആകെ അങ്ങനെ ഇങ്ങനെ മാഷാല്ലാ സിവിക്ക് സീന് സാധനല്ലേ. എന്റെ മോനെ സീന് സിവിക്കല്ലേ. നാട്ടിലെ റേവ് എന്ന് പറയാൻ വല്ല റേവാക്കുന്നു. ഇതിന്റെ ഉള്ളിൽ റാവാക്കാൻ പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് വേറെ നാട്ടില് മാത്രല്ല ദുബൈയിലുണ്ട് വണ്ടി പ്രാന്തന്മാരെ ലോകം. ദുബൈയില് ഒരു ഒന്നൊന്നര ലോകമാണ്, ചില്ലറ ലോകം എന്നല്ല. നെച്ചിന്റെ 800 കൊണ്ടൊരു ഇന്ന് രാത്രി വെച്ചിട്ടുണ്ട്. നെച്ചിന്റെ വണ്ടി നമ്മൾ ഷോക്ക് വെച്ചിട്ടുണ്ട്. സോ അതും കാണിച്ചു തരാം. എത്താനായി നോക്കാം നമുക്ക് എന്താ അവസ്ഥ. ഓക്കെ, വേറെ തന്നെ ഒരു ലോകമാണ് കേട്ടോ ഇവിടെ. ഒന്നൊന്നര ലോകം. എനിക്ക് എല്ലാം കൂടെ കവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും വണ്ടികളുണ്ട്, അത്രയും ബിൽഡ് ചെയ്തിട്ടുള്ള, അത്രയും പ്രൈസ് അടിച്ചിട്ടുള്ള വണ്ടികളുണ്ട് ഇവിടെ. സോ ആ സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് കേട്ടോ, അല്ലാതെ വണ്ടർ സൗണ്ട് അല്ല. കുഞ്ഞുങ്ങളെ പോലെയൊക്കെ എടുക്കുന്നുണ്ട്. Also, he's a Kandura for Kandura Rally. All right, big round of applause for Yusuf, ladies and gentlemen, one of our judges, also a co-MC here. I'm going to pass it on. അടിപൊളി കളർ, ഒരുപാട് പ്രൈസ് കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട്, ഇത്രയും ബിൽഡ് ഉണ്ട്. ഇവിടെ കുറെ സിവിക് കുട്ടന്മാരെ എടുക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികളുണ്ട്. എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റുന്ന തോന്നണില്ല, എന്നാലും പറ്റണമൊക്കെ കവർ ചെയ്യണം. ഇവിടെ സിവിക് എടുക്കണ ക്ലീൻ വേണ്ടിട്ടാ, പക്ക ക്ലീൻ. ഞാൻ ഇവിടെ പൊട്ടിക്കുന്നുണ്ട്, നമുക്ക് പൊട്ടിക്കൽ കാണാം. A big round of applause for both our racers, ladies. How do you need to put gas? I think you put gas. All right, thank you. Just a little after this, we're going to head to the main stage. Hopefully we get to introduce our judges a little afterwards. വെച്ചോണ്ട് ചിലപ്പോൾ ചെറുതായിട്ട് കേൾക്കാൻ സാധ്യതയുള്ളൂ, പക്ഷെ പൊട്ട് എന്ന് പറഞ്ഞല്ലോ സീന് പൊട്ട്. We are reaching to the end of the show, the end of the judging era, and all of them, they are doing very great job. I am the one most to i8 അല്ലേ, BMW i8 ഉണ്ട് അവിടെ. സൂപ്പറെല്ലാം കിടക്കുന്നൊക്കെ checking all the cars, and I will leave the stage in your hand, Hadi. I need to complete my judgment, and let us enjoy our dragster ആണ്. കാണുമ്പോൾ day. സ്റ്റോക്ക് Feeling very sorry but exciting. Sorry because Absolutely. Thank you so much, Yusuf. He's going to be walking around, continuing his judging of the competitive cars over here at the Kandura Rally. Meanwhile, and that car race was amazing, huh? And at 9 p.m., of course, we're going to have our announcement of the winners. And that's going to be in 15 minutes. And we're talking, of course, about the Business Bay Prize, which is, I remember this, the 24-karat ECF credit. Oh, sorry, business card. Sorry, AFC. NFC. Oh my goodness, I keep getting it wrong. The NFC gold carat. We have 3. We're going to announce 3 winners. All right, so if you guys want to drop your names by the Business Bay area, right there, I'm talking about the tent in the stall, not the actual location. And we're giving out 3 winners right here on the main stage. And we're going to call them out shortly.
My goodness, those car sounds, huh? Sounding like a little disco. ഒരുപാട് വണ്ടികളുണ്ട്. ആ EH വേറെ മൂടായിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓളെ ഫോൺ ഇങ്ങനെ ഇളക്കുന്നതിനനുസരിച്ചാണ് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും എയർ സസ്പെൻഷൻ വർക്ക് ചെയ്യണത്. സംഭവം നമ്മുടെ ഒരു ചൈനീസ് വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സെറ്റപ്പ് പോലെയാണ്, വേറെ ലെവല്. നാട്ടില് മോഡിഫിക്കേഷൻ അലോഡ് ആക്കും എന്തെല്ലോ തള്ളുന്നുണ്ട്. ഭരണത്തിൽ കയറിയിട്ട് ഇത് ദുബായ് ഫെസ്റ്റിവൽ സിറ്റി, കേരള ഫെസ്റ്റിവൽ സിറ്റി എന്തെങ്കിലും ഡിഫറെന്റ് ഇങ്ങനെ കൊണ്ടുപോവാ. അതെ, ലീഗലായിട്ട് അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാം. ഭരണത്തിൽ കയറുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ചെയ്ത് കാണിക്കാനാണ്. അതെ, കത്തിപ്പിടിച്ചോ നാട്ടിലെല്ലാവരും വിചാരിക്കും. ഒരുപാട് വണ്ടികളുണ്ട്. പാട്ടും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അടുത്ത് മേടിക്കാൻ പറ്റില്ല. ആകെ പൊട്ടും ഒച്ചപ്പാടും ബഹളവും പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അവസ്ഥയാണ്. പിന്നെ ആകെ ക്രൗഡും കാര്യങ്ങളൊക്കെയാണ്. എഞ്ചിനെല്ലാം നോക്ക്. ബാക്ക് ടയർ നോക്കിയാ എന്തെല്ലാം ഭ്രാന്തന്മാരല്ലേ, ചില്ലറ ഭ്രാന്തല്ലോ. മൊത്തം പെട്രോളാണ് കാണിച്ചത്. داخل سيارة كل شيء فتك ضربة All right, let's see. هذا نيساني نيسان مالي എല്ലാം ഇങ്ങനെ കെടുക്കണം നോക്കണ്ട. അതൊക്കെ പുലി Absolutely കുട്ടികളാണ്. correct. Let's give her a big round of applause. You get yourself some brunch vouchers. Brunch, lunch vouchers. സ്റ്റോക്ക് പോലെ സ്റ്റോക്ക് അല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ടയർ കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും. ജാതി പുലിക്കുട്ടികളാണ് ഈ കിടക്കുന്നത് കേട്ടോ. മൊത്തം പെട്രോളെല്ലാം നോക്ക്. Can we give him a big round of applause? This is safe. Let's clap our hands. ആ ഒരു ബ്ലൂ All right, Dave, I'm going to ask you a really hard question. You can answer it correctly, then we'll give you this food voucher. All right? How many vouchers are you looking for? Are you just by yourself? Or that's asking for too much, man. Okay, we'll think about it. All right? It's really simple. If you can tell me the correct number of cars in the venue, I'll give you the voucher. Is it A, more than 50? Is it B, more than 100? Or is it C, more than 1,000? More than 100. What do we think? Is that correct? Yes, it is. You get yourself some vouchers. 1, 2, 3, 4, and I will see you there at the restaurant because you're paying for my brunch. ഇവിടെ എല്ലാം ഫുള്ള് ക്ലാസിക് പുലിക്കുട്ടികളാണ് കേട്ടോ. ഈ ഒരു റൗണ്ടിൽ സീൻ സാധനങ്ങൾ. മാഷാല്ലാ, സീൻ. ആകെ മൊത്തത്തിൽ സീനാണ് ഇവിടെ. കുഞ്ഞു സാധനങ്ങൾക്കൊക്കെ വണ്ടി ഭയങ്കര കുഞ്ഞാണ് ഇട്ടത്. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവണമെന്ന് അറിയില്ല, പക്ഷെ ഇത് ഭയങ്കര കുഞ്ഞു റൈറ്റാണ്. ലോട്ടസ് എടുക്കുന്നുണ്ട്. ലോട്ടസ് ആൻഡ് ഒരു യൂറോസ് എടുക്കുന്നുണ്ട്. ലാംബോർഗിനി പിങ്കി ഗേൾ. അവിടെ ഒരു സൈബർ ട്രാക്ക് എടുക്കുന്നുണ്ട് ഫുള്ള് ബിൽഡ് ചെയ്തിട്ട്. ഇതിന്റെ വീഡിയോസ് എല്ലാം നിങ്ങൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ടാവും. ഒരു സീന് മുതലാണ് ഇട്ടത്. കാണണ്ടെന്ന് അറിയില്ല, അവിടെ കുറച്ച് വെളിച്ചം കുറവാണ്. ശരിക്കും വെളിച്ചമുള്ളിടത്തൊക്കെ കൊണ്ടുവരണമായിരുന്നു. ഫുള്ളി ബിൽഡ് ചെയ്തിട്ടുള്ളൊരു സൈബർ ട്രാക്ക്. ആണ് സൈബർ ട്രാക്കിന്റെ ഒരു ഫ്രണ്ട് വ്യൂ. സീനില്ല. ആൻഡ് ഇതെല്ലാം റോഡ് ലീഗിലാണ്. സി ഇവിടെ എല്ലാം നോക്ക്. മാഷാല്ലാ, ചേച്ചി വെച്ചേക്കണോ? Hadi, I think this guy, he deserves a cash money giveaway. I think ഇവരെല്ലാം മുടായിട്ടില്ല. വൈറ്റ് ബോഡി എല്ലാം ചെയ്തിട്ട് മാഷാല്ലാ അടിപൊളി. ഇവിടെ ആക്ച്വലി ഈ വണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ആക്ച്വലി കുറെ മുന്നേ എൻ്റെ വീഡിയോയിൽ തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്.
പക്ഷെ കുറെ മുന്നേ എനിക്ക് ഓർമ്മയില്ല കറക്റ്റ്. ഞാൻ തന്നെ നമ്മുടെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് ഈ വണ്ടി. അന്ന് നമ്മൾ ഇൻട്രാൻ സിറ്റിയിൽ വെച്ച് നടത്തിയ ഒരു ഷോയിൽ നമ്മൾ ഈ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വണ്ടിയാണ് കേട്ടത്, അവതാരം എന്ന് പറഞ്ഞിട്ട്. ഓണാക്കിയേക്കണത്, സ്റ്റാർട്ട് ചെയ്തേക്കണത്. ഇവിടെ പാറും, ഇവിടെ കത്തും. ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടിയോണ്ടിരിക്കുകയാണ് കേട്ടോ ആൾക്കാരെല്ലാം. എന്തപ്പണ്ടായി ഭൂമി എടുക്കാം അല്ലേ? ഇതാണ് പത്രോൾ കത്തി കത്തി പത്രോൾ പുക കത്തിയത് സീൻ സാധനല്ലേ. അടി തട്ടി അമ്പെല്ലാം പൊക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കയറ്റണം. ലോവടാ ഏതെല്ലാം ഭ്രാന്തല്ലേ. ഫുൾ ഡ്രോപ്പിലെ സീന്. ഏത് ഭ്രാന്ത് ചില്ലറ ഭ്രാന്ത് നല്ലട്ടാ. സീന് കാണാം, ഒന്നൊന്നര സീന്. പെട്രോളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴല്ലോ പൊട്ട് 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 സീൻ. ഈ സാധനമാണ് ഇപ്പൊ പൊട്ടിച്ചത്. നിങ്ങളിത് റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവന്റെ റീൽസ് കണ്ടോ? ഈ റീൽസെല്ലാം അത്യാവശ്യം ഫേമസ് ആയതാണ് കേട്ടോ. പുള്ളിനെയും കണ്ടിട്ടുണ്ടാവും നിങ്ങള്, അത്യാവശ്യം ഫേമസ് ആണ്. ഏത് പൊട്ട് എന്ന് പറയാം, കുല്ലിങ്ങാണ് കിടക്കുന്നത്. എന്താ ചെവി ഒത്തിരിക്കുന്നത്? ചെമ്പ് വന്നിട്ടാ ചെമ്മടെ എന്തിനാ അത്? ചെവിയെല്ലാം പൊളിഞ്ഞതോ? ചെവിയെല്ലാം പൊളിഞ്ഞത്. ഇതാണ് R35. ഇതാണ് ലിബർട്ടി വാക്കിന്റെ കിറ്റ് ഇട്ട വണ്ടി. മാഷാഅല്ലാഹ്, എനിക്ക് കിറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളി, ഒരു രക്ഷയില്ല. സീൻ എന്ന് പറഞ്ഞാൽ ഒന്നര സീൻ. ഇവിടെ ഒരു R35 ഉണ്ട്. മാഷാഅല്ലാഹ്, ഇവിടെ എല്ലാം ചെയ്ത് ലിബർട്ടി കിറ്റ് തന്നെയാണ് ഇതിലും കിടക്കുന്നത്. സെയിമിൽ ഒരു S1000 RR എടുക്കുന്നുണ്ട്. സെയിം ഒരു കളർ തീമിൽ ഒരു 86 എടുക്കുന്നുണ്ട്. ഇവിടെ ഫുള്ളി ബിൽഡ് ചെയ്ത് ബൈക്കോട്ട് എല്ലാം ചെയ്ത് അടിപൊളി പെയിന്റ് വർക്ക്. ആൻഡ് G63 മാഷാഅല്ലാഹ്, എല്ലാം ഒന്നിനൊന്നും മെച്ചട്ടോ. സീന് സാധനങ്ങൾ. നമ്മള് എല്ലാ വണ്ടിയുടെ വീഡിയോ എടുത്തു. നമ്മുടെ ചെക്കൻ്റെ വണ്ടിയുടെ വീഡിയോ എടുത്തിട്ടില്ല. ചെക്കൻ്റെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട്. പ്രൈസ് കിട്ടുമെന്ന് വിചാരിക്കുന്നു അല്ലേ? നോക്കാം. അപ്പോൾ ചെക്കൻ്റെ വണ്ടി ഇതേക്ക് എടുക്കണു. എല്ലാ വണ്ടികളിലൊപ്പം ഫുള്ള് ടീം നമ്മുടെ മലയാളി ടീംസാണ് മൊത്തം ഇതിൻ്റെ ഇടയിലുള്ളത്. എല്ലാം നമ്മുടെ പിള്ളേരെ ബിനിയാമി ഉണ്ട്, അതിനുണ്ട് നമ്മുടെ ഒന്നിനെ അറിയായിരിക്കും, ഇൻസ്റ്റയിലെല്ലാം ഉണ്ട്.
വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവൻ്റെ ഒരു എക്സസ് ഉണ്ട്. അതുപോലെ ഇത് നമ്മുടെ ദിൽബറിന് വണ്ടി ബ്രോ നിൽക്കണം അവിടെ. അങ്ങനെ ഒരുപാട് നമ്മുടെ വൈനോട്ട് വിഷ്ണുവിൻ്റെ വണ്ടിയുണ്ട് അവിടെ. അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട്. ഇവിടെ എല്ലാം ഫുള്ള് സോങ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ എല്ലാം എടുക്കാഞ്ഞത്. ഇനി നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങൾ ഇറങ്ങായി, കാരണം വേറെ പരിപാടി ഉണ്ട്. കാരണം നാളെ നാട്ടിൽ പോവാം. പർച്ചേസും കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല. പർച്ചേസ് ഉണ്ട് കാഴ്ച. നമ്മൾ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, നമ്മൾ കുറേ നടന്നിട്ട് ഈ പാർക്കിങ്ങിൻ്റെ ഉള്ളിൽ വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ പാർക്ക് ചെയ്തിട്ട് പില്ലർ നമ്പറോ വേറെ ഒന്നും നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. സോ ഒരുപാട് നടക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ ചെക്ക് ഒറ്റക്കായി, അവന്മാരെല്ലാവരും പോയി, ചെമ്മു പോയി, എല്ലാവരും പോയി. പിന്നെ അതുപോലെ നെച്ചു അവിടെ നിന്നു കേട്ടോ. കാരണം നെച്ചുവിന് വണ്ടി അവിടെ എടുക്കുന്നുണ്ട്. സോ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് അവൻ വരുള്ളൂ. പിന്നെ ഞാൻ ഇറങ്ങിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാട്ടിൽ പോവാണ്. സോ അതുകൊണ്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഇറങ്ങിയാണ്. നമ്മുടെ കേരളത്തിൽ തരംഗം സൃഷ്ടിച്ച വണ്ടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതാണ് തരംഗം സൃഷ്ടിച്ച ആ ഒരു മനുഷ്യ. ഓർമ്മയുണ്ടോ ഈ മുഖത്തെയും ഈ വണ്ടിയും ഓർമ്മയുണ്ടോ? ആൾക്കാർക്ക് ഓർമ്മയുണ്ടല്ലേ? അത് മതി. സോ നമ്മുടെ വണ്ടി അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ വെച്ച് കഴിഞ്ഞാൽ പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കാവും. അതാണ് നാട്ടിൽ നടക്കണ പോലെ ഇവിടെ നടക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് അങ്ങനെ അപ്പോൾ വണ്ടി കംപ്ലീറ്റ്ലി ഓക്കെയാണ്. സോ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ റീൽസും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മോഡിഫിക്കേഷൻ ലീഗലാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ലീഗലാക്കാൻ പോവാണ്. അതായത് ഓവറായിട്ട് അപകടങ്ങളില്ലാത്ത ലെവലിലുള്ള മോഡിഫിക്കേഷൻസ് അലൗഡ് ആക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു റീൽസ് കണ്ടായിരുന്നു. അതിൽ എത്രത്തോളം സത്യം ഉണ്ട് ഇങ്ങനെ കാര്യങ്ങളൊന്നും അറിയില്ല. അത് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്, അത്രയും സന്തോഷം. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാരും നല്ല കുറെ പ്രൈസ് കൊടുത്തിട്ട് നമ്പർ പ്ലേറ്റ് എടുക്കുന്നുണ്ട്. ഇവിടെ നമ്പർ പ്ലേറ്റ് വാങ്ങി നമുക്ക് വണ്ടി വെക്കുമ്പോൾ നമ്പർ പ്ലേറ്റ് ഹോൾഡ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റും, കച്ചവടമാക്കാൻ പറ്റും. അത് വേറെ കാര്യം. അത് വണ്ടിനേക്കാൾ കൂടുതൽ പൈസ ഇറക്കിയിട്ട് പ്ലേറ്റ് എടുക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. കാരണം നാട്ടിൽ വന്നാല് കളിക്കും, വരേണ്ടതാണ്. അതിനെ കുറിച്ചിട്ടും ഒരു ചെറിയൊരു ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, അതെ, ചെയ്തിട്ട് കാണിക്കണം. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം പറയുന്നുണ്ട്, പക്ഷെ കാര്യമില്ല. പിന്നെ ഓവറായിട്ട് പണിയിപ്പിച്ചിട്ട്, അതായത് ഓവറായിട്ട് അലമ്പാക്കണം, മോഡിഫിക്കേഷൻ വേണ്ട, നമുക്ക് ആവശ്യമില്ല. ഒരു 2 കളർ അങ്ങനെ കൊടുക്കുക. സൗണ്ട് വേണ്ട, എക്സോസ്റ്റ് കളറുണ്ട്, ഈ 5 കളറുണ്ട്. അത് രസം. അപ്പൊ ഇവിടുത്തെ പോലെ. പിന്നെ അതുപോലെ തന്നെ എക്സോസ്റ്റ് ഒന്നും വേണ്ട നമുക്ക്, എക്സോസ്റ്റിന്റെ ആവശ്യമില്ല. വണ്ടി ഇങ്ങനെ ക്ലീൻ ആയിട്ട് ഇങ്ങനെ പോകണം. അതായത് ആഫ്റ്റർ മാർക്കറ്റ് ഐറ്റംസ്, സ്റ്റോക്ക് കമ്പനി വരുന്നേക്കാളും കുറച്ചുകൂടി പെർഫോമൻസ് ആയിട്ടുള്ള ഐറ്റംസ്, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ഐറ്റംസ് കയറ്റിയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് അലൗഡ് ആക്കുക. അത്രേ ഉള്ളൂ. വേറെ ഷിപ്മെന്റ് എല്ലാം ക്ലോസ് ആയിട്ടുണ്ട്. ഇൻഷാല്ലാ എല്ലാം റെഡി ആയിട്ടാകുമ്പോൾ അടുത്ത വണ്ടിക്ക് പ്ലാൻ ആക്കുന്നുണ്ട്. ഇൻഷാല്ലാ അത് വഴിയേ വരും. അത് കുറച്ച് സമയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. എല്ലാം ഒന്ന് ക്ലിയർ ആവട്ടെ, കമ്മിങ് സൂൺ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ഭരണത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. അതല്ല ഭരണത്തിൽ വരുന്നവരായി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുക. അത് അത്രയും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ്. സോ നമ്മൾ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നത്. നമ്മളോട് ഇറങ്ങി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാമെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ആക്കുക. അപ്പം ഈ അടുത്ത വീഡിയോസ് നാട്ടിലെ വീഡിയോസ് ആകും. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.